പെരുമ്പാവൂർ സരിഗയുടെ 34ാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിന് ഓഗസ്റ്റ് 30-ന് തുടക്കം കുറിക്കും. പാസ് ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് നാടകോത്സവം. പെരുമ്പാവൂരിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഓഗസ്റ്റ് 30 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 16 വരെ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കേരളത്തിലെ പ്രശസ്തരായ 18 നാടക സമിതികളുടെ പുതിയ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ അരങ്ങേറുന്നത്. സിനിമ നാടക അഭിനേത്രി സന്ധ്യ രാജേന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. MLA മനോജ് മുത്തേടൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ KM സംഗീത, അഡ്വക്കേറ്റ് NC മോഹനൻ, ഡോക്ടർ വിജയൻ നങ്ങേലിൽ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർച്ചയായി 18 ദിവസക്കാലം നാടകം കാണുവാൻ എത്തിച്ചേരുന്ന പ്രേക്ഷക ദമ്പതിമാർക്കും യുവജനങ്ങൾക്കും പ്രത്യേക പുരസ്കാരം നൽകും. പെരുമ്പാവൂർ പരിസരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സെപ്റ്റംബർ 11-ന് ഉച്ചയ്ക്ക് 2-ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ ജീവന്റെ ജീവൻ മാറ്റിനി ഷോ സൗജന്യമായി ഉണ്ടാകും. സരിഗയുടെ 40ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ദിവസവും വൈകിട്ട് 6:30-നാണ് നാടകം അരങ്ങേറുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ MLA മനോജ് മുത്തേടൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ KM സംഗീത, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് NC മോഹനൻ, കൺവീനർ ഷാജി സരിഗ, ഫാസ്റ്റ് സെക്രട്ടറി ബാബു കാഞ്ഞിരക്കോട്ടിൽ, കലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS സദാനന്ദൻ, കോർഡിനേറ്റർ ബിജു രസിക എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പെരുമ്പാവൂരിൽ എല്ലാ വർഷവും നടക്കാറുള്ളത് പോലെ സരിഗയുടെ 34ാമത് പ്രൊഫഷണൽ നാടകോത്സവം ഈ മാസം 30-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെ തുടർച്ചയായി 18 ദിവസം ഇവിടെ നടക്കുകയാണ്. പെരുമ്പാവൂരിൻ്റെ കലാ സാംസ്കാരിക പാരമ്പര്യത്തിന് പകിട്ടേക്കൊണ്ടാണ് സരിഗയുടെ നാടകോത്സവം എല്ലാ വർഷവും നടക്കാറുള്ളത്. അങ്ങനെ നാടകത്തിന് ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിലെ നാടകോത്സവത്തിൽ നിന്നാണ് പിന്നെ മറ്റ് ഉത്സവ പറമ്പുകളിലേക്കും മറ്റ് വേദികളിലേക്കുമൊക്കെ നാടകം ആളുകൾ വന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനു കൂടി സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ വർഷം 18 നാടകങ്ങൾ 18 ദിവസം പെരുമ്പാവൂരിൻ്റെ ഏറ്റവും വർണ്ണ പകിട്ടാർന്ന വിവിധങ്ങളായിട്ടുള്ള നാടകങ്ങളും പരിപാടികളും ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വലിയ ആഘോഷമായിട്ടാണ് ഇത്തവണ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സരിഗയുടെ 40ാമത് വാർഷികം കൂടിയാണ്. അപ്പോൾ 40 വർഷക്കാലത്തെ സരിഗയുടെ കൊച്ചിൻ സരിഗയുടെ ഒരു ചൈത്രയാത്രയുടെ വലിയ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തു പകരുന്ന ഒരു വലിയ സംഭവം കൂടിയാണ് ഈ വർഷത്തെ നാടകോത്സവം. കലാനിലയത്തിന്റെ സ്ഥിരം നാടകവേദിയിലല്ലാതെ 18 സമിതികളുടെ 18 നാടകങ്ങൾ ഒരു വേദിയിൽ തന്നെ തുടർച്ചയായ ദിവസങ്ങളിൽ അവതരിപ്പിക്കുന്നത് മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ 33 വർഷവും ഏറ്റവും വിജയകരമായി തന്നെയാണ് നാടകോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നാടകോത്സവത്തിന് നിറഞ്ഞ സദസ്സ് പെരുമ്പാവൂരിന്റെ പ്രത്യേകതയാണ്. പിന്നെ 18 നാടകവും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 18 ദിവസം തുടർച്ചയായി നാടകോത്സവം സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദൗത്യമായി തന്നെ കാണുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ മലയാള നാടക രംഗത്ത് ഇത്രയേറെ നാടകങ്ങൾ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. കലാനിലയത്തിന്റെ സ്ഥിരം നാടക വേദിയായിട്ട് നമ്മുടെ പെരുമ്പാവൂരിനടുത്തുള്ള ഇവിടെ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് 1, 2, 3 നാടകങ്ങൾ മാത്രം, കലാനിലയത്തിന്റെ മാത്രം നാടകങ്ങളാണ് അങ്ങനെ സംഘടിപ്പിക്കാറുള്ളത്. 1 മാസമോ 2 മാസമോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18 നാടക സമിതികൾ 18 ദിവസം തുടർച്ചയായിട്ട് നാടകം അവതരിപ്പിക്കുകയാണ്. നമ്മളിതിന് മുമ്പ് ഏറ്റവും കൂടുതൽ 13 നാടകമാണ് പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ളൂ. 5 നാടകം കൂടി വർഷം കൂടുതലുണ്ട്. അപ്പൊ അത്തരം രീതിയിൽ 18 നാടകം വരുമ്പോൾ ആ 18 നാടകത്തിലൂടെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അണിയറ ശില്പികൾ ഉൾപ്പെടെ 250-ലധികം കലാകാരന്മാര് വന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഒരു നാടകത്തിലുള്ള സംവിധായകരൊക്കെ വരുന്നില്ലെങ്കിൽ പോലും മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഗ്രൂപ്പിൽ 15 പേര് ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു 250-300ഓളം പേര് നമ്മുടെ നാടക കലാകാരന്മാരെല്ലാം ഈ വേദിയിലൂടെ അത്ര ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ, ഇപ്പോൾ എറണാകുളം ജില്ല മാത്രമല്ല തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നുമെല്ലാം നാടകം കാണുന്നതിന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നും നാടകം കണ്ട് അവർക്ക് അവരുടെ വേദികളിലെല്ലാം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ റൂമെല്ലാം ബുക്ക് ചെയ്ത് 6-7 പേര് വരാൻ വേണ്ടി തന്നെ ലോഡ്ജിലെല്ലാം റൂം ബുക്ക് ചെയ്തതാണ്. കാരണം 18 ദിവസം നാടകം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഇഷ്ടപ്പെട്ട നാടകങ്ങൾ ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമെല്ലാം അതിന്റെ ഭാഗമായി ലഭിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.